ഗസയിൽ ഇസ്രയേൽ കരയുദ്ധം പ്രഖ്യാപിച്ചതോടെ ലക്ഷങ്ങൾ പലായനം ചെയ്യാണ് ഗസയിൽ നിന്ന്. കത്തുന്ന ഗസയിൽ പലസ്തീനികളെ കൂട്ടക്കൊല നടക്കുന്നുവെന്നാണ് UN അന്വേഷണ കമ്മീഷൻ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ബി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് ബി. ഗുഡ് മോർണിംഗ്. പറയൂ. ഗസയിൽ ഒരുപക്ഷെ ഈ 2 വർഷം തികയുന്ന യുദ്ധത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്ര വലിയ ഒരു ആക്രമണം. കരയുദ്ധം, വ്യോമസേന, നാവികസേന മൂന്നും ഒരുപോലെ ഒരു യുദ്ധത്തിൻ്റെ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഒരുപാട് ക്രൂരമായ ഒരു മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗസയിലെ പാലസ്തീനികൾ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുന്നു. ഇപ്പോൾ നേരത്തെ എല്ലാ ദിവസവും ഞാൻ SKന്റെ അടുത്ത് കൊല്ലപ്പെടുന്നവരുടെ സംഖ്യ പറയുമായിരുന്നു. ഇന്ന് സംഖ്യ പോലും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള കൂട്ടക്കൊലയാണ് നടന്നുകൊണ്ടിരിക്കുക. രക്തപ്പുഴ ഒഴുകുകയാണ്. എന്ന് മാത്രമല്ല അവിടെ നടക്കുന്നത്, ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നു ഗസ കത്തുകയാണ്, ഗസ ഈസ് ബേണിംഗ്. എതിരാളിയാണ് പറയുന്നത് ഗസ ഈസ് ബേണിംഗ്. അവിടെ തീ, അക്ഷരാർത്ഥത്തിൽ എവിടെയും തീയാണ്. 100 കണക്കിന് കെട്ടിടങ്ങൾ ബോംബിട്ട് തകർത്ത് കളഞ്ഞു. ഒരു പ്രേതഭൂമിയെ പോലെയാണ്. ഇനി ഏതാനും കെട്ടിടങ്ങളൊക്കെ ഉള്ളൂ ബാക്കിയായിട്ട്. സ്ത്രീകളും കുട്ടികളും ഒക്കെ പലായനം ചെയ്യുന്നതിൻ്റെ വളരെ കരളലിയിക്കുന്ന ചിത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം 20,000-ലേറെയായി. സ്ത്രീകളും ഏതാണ്ട് അത്രയും കൊല്ലപ്പെട്ടു. 45,000-ലേറെ കുട്ടികൾ അനാഥമായി. ഒരുപക്ഷെ ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ SKയിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികളൊക്കെ വേദനിക്കുന്ന ചിത്രമാണ് കാണുന്നത്. അപ്പോൾ ഒരുപക്ഷെ ലീലാവതി ടീച്ചറെ കുറിച്ചൊക്കെയുള്ള വാർത്തകൾ ഇന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. ഈ ഒരു അമ്മയ്ക്ക് എങ്ങനെയാണ് തൊണ്ടയിൽ ഭക്ഷണം ഇറങ്ങുക, ഇങ്ങനെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത് കാണുമ്പോൾ എന്ന് പറഞ്ഞതിന് ഒരു സൈബർ ആക്രമണം പോലും നേരിടേണ്ടി വന്നു ലീലാവതി ടീച്ചർക്ക്. ലീലാവതി ടീച്ചറെ പോലെ 98 വയസ്സുള്ള ഒരു അമ്മ ഇതിൽ വേദനിച്ചുകൊണ്ട് ഒരു എഴുത്തുകാരി പറയുമ്പോൾ അതുപോലും മലയാളികളുടെ ഒരു വിഭാഗത്തിന് സൈബർ ആക്രമണം നടത്തുന്നവർക്ക് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ SKN ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം, മതം എത്രമാത്രം നമ്മുടെ കേരള സമൂഹത്തിൽ പോലും എത്തിയിരിക്കുന്നുവെന്നതിൻ്റെ സൂചനയാണ്. കാരണം ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. നമുക്കൊരു പക്ഷേ നമുക്ക് അമ്മയും പെങ്ങന്മാരും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. അവരുമായി ഈ ഇതൊന്ന് ബന്ധപ്പെടുത്തി നോക്കിയാൽ ഒരാളും ഇതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും എതിരായിട്ട് പറയില്ല. അപ്പോൾ ലീലാവതി ടീച്ചറെ പോലെ ലോകമെമ്പാടും SKN അറിയാവുന്ന ഇതാണ്. NV കൃഷ്ണവാര്യർ ദക്ഷിണാഫ്രിക്കയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. എങ്ങും മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാ നെങ്ങോ മർദ്ദനം, അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു. എവിടെയൊക്കെ മനുഷ്യൻ്റെ കൈകളിൽ ചങ്ങലയുണ്ടോ അവിടെ നോവുന്നത് എൻ്റെ കൈകൾക്കാണ്. എവിടെയാണ് മർദ്ദനമുള്ളത് അത് വീഴുന്നത് എൻ്റെ പുറത്താണ് എന്ന് ആഫ്രിക്ക എന്ന കവിതയിലൂടെ NV കൃഷ്ണവാര്യർ പറഞ്ഞത് വിശ്വമാനവികതയും സ്നേഹത്തെക്കുറിച്ചാണ്. അപ്പോൾ അതൊന്നും മനസ്സിലാവാതെ വളരെ അത്യന്തം ന്യൂനപക്ഷമായിട്ടുള്ള ഒരു മലയാളി സൈബർ പോരാളികളൊക്കെ ഈ രീതിയിൽ ടീച്ചറെ പോലെ സാംസ്കാരികരായിട്ടുള്ള നായകരെയൊക്കെ ഇങ്ങനെ ഗസ യുദ്ധത്തിൻ്റെ പേരിൽ ആക്രമിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടി പറയേണ്ടിയിരിക്കുന്നു SKN. എന്തായാലും ഇസ്രായേൽ അതുകൊണ്ട് നിർത്തുന്നില്ല. യമനിൽ കയറി ഇപ്പോൾ ഹൂതികൾക്കെതിരെയുള്ള ആ കേന്ദ്രങ്ങളിൽ ആക്രമണം നടക്കുകയാണ്. നിരവധി ഹൂതി കേന്ദ്രങ്ങളിൽ അവിടെ കൊല്ലപ്പെടുന്ന ഹൂതികളല്ല, അതാണ് പ്രധാനപ്പെട്ടത്. അവരൊക്കെ ഒളി കേന്ദ്രങ്ങളിലാണ് കൊല്ലപ്പെടുന്ന. അവിടെയും ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങളും ഇസ്രായേലി മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ SKN ഇസ്രായേൽ സേന ഇനി മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി ആക്രമിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ യുദ്ധം അതീവ രൂക്ഷമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ അൽ റഷീദ് എന്നൊരു റോഡ് തുറന്നു കൊടുത്തിരിക്കുക ഓടി രക്ഷപ്പെട്ടോളാൻ. പക്ഷെ അവർ പോകുന്നത് ഏതാണ്ട് 10 ലക്ഷം പേരാണ് ഗസ സിറ്റിയിൽ ഉണ്ടായിരുന്നത്. അവർ തെക്കോട്ട് പോകുന്നു. തെക്കുന്ന് അവർ തിരിച്ചിവിടെ വടക്കൻ ഗസയിൽ വന്നതാണ്. ഇപ്പോൾ വീണ്ടും ആക്രമണം നടക്കുമ്പോൾ 2ാം തവണ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണമില്ല, പട്ടിണി കിടന്ന ആൾക്കാർ മരിക്കുന്നു, ബോംബിങ്ങിൽ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നു, പോകുന്ന വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. ഈ തരത്തിൽ ഒരു നരകമായി മാറിയിരിക്കുന്നു ഗസ. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.